ഇന്ത്യയിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിട്ടിട്ടും പാകിസ്ഥാൻ ആക്രമണം തുടരുന്നു. ബാരാമുള്ള മുതൽ ഗുജറാത്തിലെ ഭുജ് വരെ 26 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഡ്രോൺ ആക്രമണം നടത്തിയത്. സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ ഇന്ത്യൻ സൈന്യം ഉടൻ മാധ്യമങ്ങളെ കാണും. അനുപമ ശ്രീദേവിയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അനുപമ, ഇന്നലെ രാത്രിയും കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകിയത്. പാകിസ്ഥാന്റെ ഡ്രോൺ ഷെൽ ആക്രമണങ്ങളെ കനത്ത രീതിയിൽ തന്നെ ഇന്ത്യ പ്രതിരോധിച്ചു, തകർത്തു. ഇന്നിപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം ഉടൻ തന്നെ വിളിച്ചു ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതെ, തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം വ്യോമാതിർത്തിയിലെ യാത്രാ വിമാനങ്ങളെ അടക്കം മറയാക്കിക്കൊണ്ട് ഒരു നാണംകെട്ട ആക്രമണമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ വരെ നമ്മൾ ഈ വിവരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ജനവാസ മേഖലകളിലേക്കടക്കം പഞ്ചാബ്, രാജസ്ഥാൻ, ജമ്മു കശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ അതിർത്തി ജില്ലകളിലേക്ക്, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. പഞ്ചാബിലെ ഫിറോസ്പുരയിൽ ഒരു ഡ്രോൺ നിലത്ത് പതിച്ച് 3 പേർക്ക്, ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേൽക്കുന്നുണ്ടായി. അതിൽ ഒരു സ്ത്രീയുടെ നില ഗുരുതരമാണ്. അവരിപ്പോഴും ആശുപത്രിയിൽ തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതിനൊപ്പമായിരുന്നു ഈ പൂഞ്ച് രജൌരി അതിർത്തികളിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള പാക് ഷെല്ലിംഗ് ശക്തമായിട്ട് തുടരുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഉണ്ടായ ഷെല്ലിങ്ങിൽ 2 സാധാരണക്കാരും ഒരു സൈനികൻ അടക്കം 3 പേർ കൊല്ലപ്പെട്ടു. ഈ ഒരു ഷെല്ലിങ് ഇന്നും തുടരുകയാണ്. പാക് പ്രകോപനത്തിന് ഒരു അറുതിയുമില്ല. ഇന്നും പൂഞ്ച് രജൌരി അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഷെല്ലിങ് ശക്തമായി തുടരുകയാണ്. അരിഞ്ഞ് പറഞ്ഞതുപോലെ തന്നെ ശക്തമായി ഇന്ത്യ അതിനെ പ്രതിരോധിക്കുന്നുമുണ്ട്. ആക്രമണങ്ങളെ ഒരു ഡ്രോണിനെ പോലും നിലം തൊടാൻ അനുവദിക്കാതെ എല്ലാ ഡ്രോണുകളും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തിടുന്ന ഒരു കാഴ്ചയ്ക്കാണ് നമ്മൾ ഇന്നലെ സാക്ഷിയായത്. എങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുപോലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഈ ആക്രമണം പ്രതീക്ഷിച്ചു തന്നെ ജാഗ്രതയോടെ തന്നെയാണ് ഇന്ത്യ ഇരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ മുതൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെ പല മേഖലകളിലായി, നേരത്തെ പറഞ്ഞതുപോലെ ജമ്മു കശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് അടക്കമുള്ള ഡ്രോൺ ആക്രമണം ഉണ്ടായ ഡ്രോണിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച മേഖലകളിൽ മുൻകരുതൽ എന്ന നിലയിൽ ഉൾപ്പെടെ ഈ ബ്ലാക്ക് ഔട്ട് തുടരുകയാണ്. ഈ മേഖലകളിലെ പല വിമാനത്താവളങ്ങളും ഇന്ന് വരെ മെയ് 10 വരെ 24 വിമാനത്താവളങ്ങൾ അടച്ചിടുമെന്ന് നേരത്തെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ ഒരു അറിയിപ്പുണ്ടായിരുന്നു. ഇത് ഇന്ന് പുതുക്കിയിട്ടുണ്ട്. അടുത്ത മെയ് 15 വരെ, അടുത്ത വ്യാഴാഴ്ച വരെ 32 വിമാനത്താവളങ്ങൾ അടച്ചിടുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു മുൻകരുതലുകൾ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇന്ത്യ. ഇതിനിടെ ഈ കാര്യങ്ങൾ നടത്തുകയാണ് ഈ ഇന്ത്യൻ ആർമിയുടെ വാർത്താ സമ്മേളനം 5:45 നടക്കും എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നത്. വാർത്താ സമ്മേളനം ഉടൻ ഉണ്ടാവുമെന്നാണ് വിവരം. ഇതിനിടെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു ശക്തമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടാവുന്നത്, ഒരു വലിയ ആരോപണം ഉണ്ടാവുന്നത് പാകിസ്ഥാന്റെ 3 വ്യോമത്താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയെന്നുള്ള ഒരു ആരോപണം വരുന്നുണ്ട്. ഈ ഇന്ത്യ പാക് സംഘർഷം കൂടുതൽ വഷളാകരുതെന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു സന്ദേശം ഉണ്ടാവുകയാണ്. പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഈ നൂർഖാൻ ബേസ് ഇസ്ലാമാബാദിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ പരിധിയിൽ വരുന്ന റാവൽപിണ്ടിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യോമത്താവളമാണ് പാകിസ്ഥാന്റെ നൂർഖാൻ ബേസ്. അവിടേക്ക് റഫീഖി എയർബേസ്, അതുപോലെ തന്നെ മുരീദ് എയർബേസ്, ഈ 3 വ്യോമത്താവളങ്ങളിലേക്ക് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് അവരുടെ പാക് സൈനിക വക്താവായിട്ടുള്ള അഹമ്മദ് ഷെരീഫ് ചൗധരി ഒരു ആരോപണം ഉയർത്തിയിരിക്കുന്നത്. AFP അടക്കമുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഈ ഒരു ആരോപണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് പാക് സൈന്യം നൽകിയൊരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട്. അവരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാകിസ്ഥാനിലെ വിവിധ മേഖലകളിൽ, പെഷാവർ അടക്കം മേഖലകളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, റോയിട്ടേഴ്സ് അടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ പാകിസ്ഥാനിലെ ഒന്നിലധികം പെഷാവറിലെ ഏകദേശം 5 മേഖലകളിലായി സ്ഫോടനം ഉണ്ടായതായാണ് റിപ്പോർട്ട് വരുന്നത്. ഈ ഒരു കാര്യങ്ങളിലെല്ലാം ആരോപണങ്ങളിലും മറ്റ് റിപ്പോർട്ടുകളിൽ, അന്താരാഷ്ട്ര തലത്തിലുള്ള മറ്റ് റിപ്പോർട്ടുകളടക്കമുള്ള സ്ഥിരീകരണങ്ങൾ ഈ പറയുന്ന വരാനിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തത ലഭിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എമർജൻസി ബ്രീഫിംഗ് ആണ്, ആർമിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു എമർജൻസി അടിയന്തര ബ്രീഫിംഗ് ആണ് വരാനിരിക്കുന്നത്. കാരണം നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും, അറിയിപ്പുകൾ ഉണ്ടായേക്കും എന്നുള്ളൊരു സൂചനയാണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭ്യമാകുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതുപോലെ
സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വന്ന റിപ്പോർട്ട് ബാരാമുള്ള മുതൽ ഭുജ് വരെ, ജമ്മു കാശ്മീരിലെ ബാരാമുള്ള മുതൽ ഗുജറാത്തിലെ ഭുജ് വരെയുള്ള 26 കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് പാക് ഡ്രോണാക്രമണം നടത്തിയെന്നാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന റിപ്പോർട്ട്. ഈ ഏകദേശം 400ഓളം ടർക്കിഷ് ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്തിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഈ ഒരു ആക്രമണത്തിനായി സ്വന്തം വ്യോമാതിർത്തിയിലെ വിമാനങ്ങൾ തന്നെ, യാത്രാ വിമാനങ്ങൾ തന്നെ ആണ് പാകിസ്ഥാൻ മറയാക്കിയത്. കാരണം ഈ വ്യോമാതിർത്തിയിൽ യാത്രാ വിമാനങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് പ്രത്യാക്രമണത്തിനുള്ള ഈ ആക്രമണം ചെറുക്കുന്ന ഡ്രോണുകൾ ചെറുക്കുന്നതിൽ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് വരെ തടസ്സങ്ങളുണ്ട്. ഈ ഒരു തടസ്സം മുതലെടുക്കാനായിട്ട് സ്വന്തം യാത്രാ വിമാനങ്ങൾ ഉൾപ്പെടെ സഞ്ചരിക്കവെയാണ് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. പക്ഷെ ഇന്ന് നേരം പുലരുമ്പോഴേക്കും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറ്റൊരു നടപടിയാണ് പുലർച്ചെ മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ വ്യോമപാത പൂർണ്ണമായിട്ട് അടച്ചിടാൻ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നൊരു തീരുമാനം ഉണ്ടാവുകയാണ്. ഏകദേശം 3:15 മുതൽ, ഇന്ന് പുലർച്ചെ 3:15 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ഈ പാക് വ്യോമപാതയിൽ പൂർണ്ണമായിട്ട് എല്ലാ വിമാനങ്ങളുടെ പറക്കലിനും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകുന്നത്. ഇതെല്ലാം എന്തിന്റെ തയ്യാറെടുപ്പുകളാണ് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ അതിർത്തിയിൽ പാക് ഷെല്ലിംഗ് അടക്കമുള്ള ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ പൂഞ്ചിൽ നിന്നും മറ്റ് അതിർത്തി ജില്ലകളിൽ നിന്നും ഏകദേശം ജമ്മു കശ്മീരിലെ 5 അതിർത്തി ജില്ലകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട്. ഏകദേശം 10,000-അടുത്ത് എന്നാണ് ജമ്മു കാശ്മീരിലെ വിവിധ മന്ത്രിതലത്തിലുള്ള അടക്കമുള്ള അധികൃതർ വ്യക്തമാക്കുന്നത്. 10,000-ഓളം പ്രദേശവാസികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക്, ഷെൽട്ടർ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിക്കുകയാണ് അധികൃതർ. തീർച്ചയായും ഷെല്ലിംഗ് തുടരും, മറ്റാക്രമണങ്ങൾ തുടരും എന്നുള്ളൊരു മുന്നറിയിപ്പ് ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വിമാനത്താവളങ്ങൾ അടച്ചിടാനുള്ള ഒരു നീക്കവും. 32 വിമാനത്താവളങ്ങളാണ് മെയ് 15 വരെ അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അനുപമ, മറ്റൊന്ന്, ഇന്നലെ അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണ്, മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി അറിയിച്ചിരുന്നു. അത്തരത്തിലുള്ള നിലപാട് അമേരിക്ക വീണ്ടും കൈക്കൊണ്ടു. ഇന്നിപ്പോൾ സംയമനം പാലിക്കണമെന്ന് G7 രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യക്ക് നേരെ നടന്ന ഈ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുന്നു കൂടിയുണ്ട് G7 രാജ്യങ്ങൾ. കൂടുതൽ രാജ്യങ്ങൾ ഇതിൽ ഇടപെടുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്കൊരു പിന്തുണ ആദ്യം മുതലേ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ G7 രാജ്യങ്ങളടക്കം മുന്നോട്ട് വരികയാണ്. തീർച്ചയായും പറഞ്ഞ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഇന്ത്യക്ക് ശക്തമായിട്ടുള്ള ഒരു പിന്തുണ അറിയിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളിൽ നിന്നുള്ള പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. അതിൽ അമേരിക്കയുടെ നിലപാട് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതാണ്. ആദ്യഘട്ടം മുതൽ ഈ ഇന്ത്യയുടെ ഭീകരവാദത്തെ ചെറുക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ അമേരിക്ക അറിയിച്ചിരുന്നു. പിന്നാലെ ഉണ്ടായ ഇപ്പോൾ നിലവിൽ രൂക്ഷമായിരിക്കുന്ന ഇന്ത്യ പാക് സംഘർഷം ആരംഭിച്ചത് മുതൽ ഈ ഒരു മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി വന്നിരുന്നു അമേരിക്ക. ഈ ഒരു മധ്യസ്ഥ ശ്രമങ്ങളുടെ അവസാന ഭാഷ്യം എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ നിന്ന് അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ഈ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇരു രാജ്യങ്ങളുടെയും നേതാക്കളുമായി നല്ല ബന്ധമാണുള്ളതെന്നും അമേരിക്ക കാര്യമായി തന്നെ ശക്തമായി തന്നെ ഈ ഒരു മധ്യസ്ഥ ശ്രമങ്ങൾക്ക് സജീവമായി തന്നെ നടത്തുന്നുണ്ടെന്നുമാണ് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുന്നത്. ഈ നേരത്തെ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ, ഇപ്പോ അദ്ദേഹം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിയാണ്. അദ്ദേഹം നേരിട്ട് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥ ശ്രമത്തിന് പങ്കാളിയാവുന്നതായിട്ടാണ് വൈറ്റ് ഹൗസ് ഇന്നലെ അറിയിച്ചത്. ഇരു രാജ്യങ്ങളുടെയും നേതാക്കളുമായി അദ്ദേഹം നേരിട്ട് തന്നെ സംസാരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായിട്ടും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫുമായിട്ടും അദ്ദേഹം ഫോൺ വഴി ബന്ധപ്പെട്ടിരുന്നു. ഈ ബന്ധപ്പെട്ട സാഹചര്യത്തിലും ഇരു സൈന്യങ്ങളും സംയമനം പാലിക്കണമെന്നും കൂടുതൽ വഷളാകരുത് സാഹചര്യം എന്നുമുള്ള ഒരു സന്ദേശം കൈമാറിയിരുന്നു അദ്ദേഹം. പക്ഷെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള അപ്പോഴുള്ള മറുപടിയും വ്യക്തമായിരുന്നു. ഇന്ത്യ പാക് പ്രകോപനം തുടരുന്ന പക്ഷം തിരിച്ചടിക്കും എന്നുള്ളൊരു കാര്യം ഇന്ത്യ അമേരിക്കയെ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് ഈ വിഷയത്തിൽ അമേരിക്ക ഇടപെടില്ല എന്നുള്ളൊരു തരം പ്രസ്താവന നടത്തിയിരുന്നു. എങ്കിലും ഈ വിഷയത്തിൽ ഇരുപക്ഷങ്ങളോടും സൗഹൃദമുണ്ടെന്ന് പറയുമ്പോൾ തന്നെയും ഇന്ത്യയുടെ പ്രതിരോധത്തിനുള്ള അവകാശത്തെ അമേരിക്ക ചോദ്യം ചെയ്യില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു അമേരിക്ക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ G7
രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ ലഭ്യമാകുന്നത്. മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ ഇരു സൈന്യങ്ങളെ സംയമനം പാലിക്കണം, സാഹചര്യം കൂടുതൽ പ്രശ്നമുഖരിതമാകാതെ നോക്കണം എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് G7 നൽകുന്നത്. എന്നാൽ ഇന്ത്യക്കുള്ള പിന്തുണ അവർ ഉറപ്പിച്ചു പറയുന്നു. ഇന്ത്യക്ക് പിന്തുണയുണ്ടാവും, ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളെ അപലപിക്കുന്നു എന്നുള്ളൊരു സന്ദേശമാണ് G7 രാജ്യങ്ങൾ നൽകുന്നത്. അറിഞ്ഞു അനുപമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാകിസ്ഥാൻ അവരുടെ വ്യോമപാതകളെ ഒരു ആയുധമാക്കി തന്നെ, ഒരു പരിചയാക്കി തന്നെ പ്രയോഗിക്കുന്ന രീതിയാണ് ഇന്നലെയെല്ലാം നമ്മൾ കണ്ടത്, കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം നമ്മൾ കണ്ടത്. കേണൽ സോഫിയ ഖുറേഷിയൊക്കെ വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം പറയുകയും ചെയ്തു. ഇങ്ങനെ വ്യോമാക്രമണം നടക്കുന്ന സമയത്ത് വ്യോമപാതകൾ അടച്ചിടണം എന്ന അന്താരാഷ്ട്ര നിയമം തന്നെ ലംഘിച്ച പാകിസ്ഥാനാണ് ഇപ്പോൾ വ്യോമപാതകൾ അടച്ചിട്ടുകൊണ്ട് പെട്ടെന്നൊരു അവരുടെ തീരുമാനം പെട്ടെന്ന് ചുവട് മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടി സ്വീകരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാത്ത തരത്തിലൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പോലും വ്യക്തമല്ല. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇന്ത്യൻ ആർമിയുടെ ഇന്നത്തെ ഇപ്പോൾ ഈ ഉടൻ നടക്കാൻ പോകുന്ന വാർത്താ സമ്മേളനം. എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഈ വാർത്താ സമ്മേളനത്തിൽ ആരൊക്കെ പങ്കെടുക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? എല്ലാ സേനാ മേധാവിമാരും ഉണ്ടാകുമോ? തീർച്ചയായിട്ടും അരുണി പറഞ്ഞതുപോലെ തന്നെ ഒരു അന്താരാഷ്ട്ര നിയമങ്ങളടക്കം ലംഘിച്ചുകൊണ്ട് ഈ ലാഹോർ കറാച്ചി വ്യോമപാത, നിർണായകമായിട്ടുള്ള വ്യോമപാതയിലടക്കം യാത്രാ വിമാനങ്ങൾ സഞ്ചരിക്കവേ അത് മറയാക്കിക്കൊണ്ടാണ് ഇന്ത്യയിലേക്ക് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പാക് ഡ്രോണാക്രമണം ഉണ്ടായത്. ഈ ആർംഡ് ഡ്രോണുകളാണ് ഈ പാകിസ്ഥാൻ ഈ ആക്രമണത്തിനായി ഉപയോഗിച്ചതെന്ന് പറയപ്പെടുന്നു. ഈ നിലത്ത് വീണാൽ പൊട്ടിത്തെറിക്കുന്നത്, സ്ഫോടനം ഉണ്ടാവുന്ന വിധത്തിലുള്ള ആർംഡ് ഡ്രോണുകൾ പാകിസ്ഥാൻ ഈ ആക്രമണത്തിനായി ഉപയോഗിച്ചു എന്ന് കഴിഞ്ഞ ദിവസം സൈനിക വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുൻകരുതലെന്നായി ഇന്ത്യൻ ആർമി ഓൾറെഡി ഇപ്പോൾ തന്നെ നിലവിൽ കുറച്ച് മുൻകരുതൽ ജാഗ്രത നിർദ്ദേശങ്ങൾ സാധാരണക്കാർക്കായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സാധാരണക്കാർ അനാവശ്യമായി പുറത്തിറങ്ങരുത്, പരമാവധി ബ്ലാക്ക് ഔട്ട് സമയങ്ങളിൽ മറ്റു വെളിച്ചം ഒന്നുമില്ലാത്ത രീതിയിൽ ബ്ലാക്ക് ഔട്ടിന് പിന്തുണയ്ക്കുന്നുള്ള രീതിയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിമാനത്താവളം അടച്ചിട്ടുകൊണ്ടുള്ള ഇന്ത്യയുടെ നീക്കം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ മുൻകരുതലുകൾ നിലനിൽക്കെയാണ് ഇപ്പോൾ ഇന്ത്യൻ ആർമിയുടെ പ്രസ് ബ്രീഫിംഗ് വരുന്നത്. കഴിഞ്ഞ ബ്രീഫിങ്ങുകൾ ഉണ്ടായതുപോലെ തന്നെ, സൈന്യത്തിന്റെ ബ്രീഫിങ്ങുകൾ ഉണ്ടായതുപോലെ തന്നെയുള്ളൊരു ബ്രീഫിംഗ് ആണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഒരു അടിയന്തര സാഹചര്യം ആണ് എന്നാണ് ഇക്കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ അടിയന്തര സാഹചര്യം എന്തായിരിക്കും എന്നുള്ളതിൽ വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകുകയുള്ളൂ. ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇതൊരു ഇന്ത്യ പാക് സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നു, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഭീതി പൊതുവിലുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഒരു അവസാനമില്ലാതെ പ്രകോപനം തുടരുന്നുമുണ്ട്. പ്രകോപനം തുടരുന്ന കാലത്തോളം ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾക്കും ഒരു അറുതിയുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സൈന്യത്തിന്റെ അടിയന്തര ബ്രീഫിംഗ് നടക്കാനിരിക്കുന്നത്. തീർച്ചയായിട്ടും സൈന്യത്തിന്റെ നില വ്യക്തമാക്കുന്ന ഒരു ബ്രീഫിംഗിലേക്ക് തന്നെയായിരിക്കും നീങ്ങുകയെന്നാണ് സൂചന. ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തികൾക്ക് നേരെ നടത്തിയ ആക്രമണം അത് പുലർച്ചെ വരെ നീണ്ടു. വിവിധ ഇടങ്ങളിൽ ഗുജറാത്തിലും രാജസ്ഥാനിലും പഞ്ചാബിലും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ വിവിധ ജില്ലകളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. ബ്ലാക്ക് ഔട്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. ഇപ്പോഴും അത് തുടരുകയാണ്. പ്രകോപനം തുടർന്ന പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി മേഖലകളിലെ വിവിധയിടങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും എല്ലാം ഇന്ത്യൻ സേന പ്രതിരോധിച്ചു. ആ ഡ്രോണുകളെല്ലാം തകർത്തു. നിയന്ത്രണ രേഖയിലെ ഷെല്ലിങ്ങിൽ തുടങ്ങി ബാരാമുള്ള മുതൽ ഗുജറാത്തിലെ ഭുജ് വരെയുള്ള 26 സ്ഥലങ്ങളിലേക്കാണ് പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം നടത്തി പ്രകോപനമുണ്ടാക്കിയത്. ജമ്മുവിൽ മാത്രം 100-നടുത്ത ഡ്രോണുകൾ എത്തിയെന്നാണ് വിവരം. ഈ ഡ്രോണുകളെല്ലാം തന്നെ ഇന്ത്യൻ സേന പ്രതിരോധിച്ചു, അതിനെ തകർക്കാൻ സാധിച്ചു. എന്നാൽ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ഉണ്ടായ ഒരു ഡ്രോൺ ആക്രമണത്തിലാണ് 3 പേർക്ക്, ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റത്. അതിൽ ഒരു സ്ത്രീയുടെ നില ഗുരുതരമാണ്. ബോംബുമായി വന്ന ഡ്രോണാണ് ഇന്ത്യൻ സേന തകർത്തതും അത് ഒരു വീടിന് സമീപത്തേക്ക് വീണ് 3 പേർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതിയുണ്ടായതും.